ആഴ്ചകളോളമായി മാസങ്ങളോളമായി മുജ്തബ ഖമേനി എന്ന് പറയുന്ന ഇറാന്റെ അടുത്ത പരമോന്നത നേതാവിനെ കാണാനില്ല. അദ്ദേഹം മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. എന്നാൽ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് യാതൊരുവിധ വിവരവും ഇപ്പോൾ പുറത്തില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മുജ്തബ ഖമേനി മരണപ്പെടാതിരിക്കാൻ അദ്ദേഹം റഷ്യയിലേക്ക് കടന്നു. അദ്ദേഹം മോസ്കോയിൽ വലിയ ചികിത്സയിലാണ് എന്നുള്ള പല മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴിത് ആഴ്ചകളുടെ അഭാവത്തിന് ശേഷം മുജ്തബ ഖമേനി ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടും എന്ന് ഇറാൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ നമുക്ക് മനസ്സിലാകുന്നത് ഇറാനെതിരായിട്ടുള്ള US-ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇറാനിയൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം നടന്നു കഴിഞ്ഞു. അതിനുപോലും അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. ചൊവ്വാഴ്ച അദ്ദേഹം തന്റെ പിതാവിന്റെ അനുസ്മരണ ചടങ്ങിന് നേതൃത്വം നൽകാനാണ് എത്തുന്നതെന്നാണ് അറിയുന്നത്. എന്നിരുന്നാലും അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുമോ എന്നും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. അല്ലെങ്കിൽ നെറ്റ് വഴിയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം വഴിയായിരിക്കുമോ പങ്കെടുക്കുക എന്നുള്ളതിലും നമുക്ക് വ്യക്തതയില്ല. 2026 ജൂലൈ 12 ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഓഫീസ് ഔദ്യോഗിക അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തസ്നീം വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: രക്തസാക്ഷി ഇമാം മുജാഹിദിനെ സ്നേഹിതരെ ഞങ്ങൾ അറിയിക്കുന്നു. ഇസ്ലാമിന്റെ വിപ്ലവത്തിന്റെ പരമോന്നത നേതാവ് ഹിസ് ഹൈനസ് ആയത്തുള്ള സയ്യിദ് മുജ്തബ ഹുസൈനി ഖമേനിയുടെ അനുസ്മരണ ചടങ്ങ് 2026 ജൂലൈ 23 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മുതൽ 7 വരെ ടെഹ്റാനിലെ ഇമാം ഖമേനി പ്രാർത്ഥനാ മുറിയിൽ നടക്കും എന്നാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്.